എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ആദ്യം നമുക്ക് ഏത്തയ്ക്ക വേവിക്കാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് 2 പച്ച ഏത്തയ്ക്ക തൊലി ചെത്തിയിട്ട് കനം കുറച്ച് അല്പ നീളത്തിൽ അരിഞ്ഞിടുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് ഏത്തയ്ക്ക പകുതി വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കുവാൻ മറക്കരുത്. കൂടുതൽ അടച്ചു വെച്ച് വേവിച്ചാൽ ഏത്തയ്ക്ക വെന്തുപോകും. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പാത്രം തുറന്ന് ഏത്തയ്ക്ക നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി നീളത്തിലരിഞ്ഞത് ചേർത്ത് ചെറുതായിട്ട് മൂപ്പിക്കുക. കുറച്ച് കറിവേപ്പില, 5 വറ്റൽമുളക്, 20 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും കൂടിയിട്ട് ഏതാനും സെക്കൻഡുകൾ മുളക് പൊടി വഴറ്റുക. അതിലേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇടുക. ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇളക്കുവാൻ മറക്കരുത്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.